നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നെല്ലാട് ടോറസും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. നെല്ലാട് സ്വദേശി അനീഷാണ് മരിച്ചത്. സംസ്കാരം നടത്തി. സീനിയർ സിറ്റിസൺസ് ഫോറം സിൽവർ ജൂബിലി സമാപന സമ്മേളനം ചൊവ്വാഴ്ച ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം ചെയ്യും. സമ്മേളനം സീനിയർ സിറ്റിസൺസ് ഭവൻ ഓഡിറ്റോറിയത്തിൽ. പണ്ടപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനവും ഹെൽത്ത് യൂണിറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി. ഉദ്ഘാടനം നിർവഹിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സൗജന്യ ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചു. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സെന്റർ ആരംഭിച്ചത്. ഉദ്ഘാടനം നിർവഹിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മൂല്യവർദ്ധിത ഉൽപ്പന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് വേങ്ങച്ചുവടിൽ. ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നെല്ലാട് ടോറസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കിഴക്കമ്പലം നെല്ലാട് റോഡിൽ നെല്ലാട് 4 മൈലിൽ വെച്ച് ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. നെല്ലാട് മഞ്ചനാട് നരീക്കൽ അനീഷ് 38 മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 അനീഷ് ഓടിച്ചിരുന്ന ബൈക്ക് ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അനീഷിനെ നാട്ടുകാർ ചേർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനം ചൊവ്വാഴ്ച സീനിയർ സിറ്റിസൺസ് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന പൗരന്മാരുടെ സംഘടിത പ്രസ്ഥാനമായ മൂവാറ്റുപുഴ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനം ഒക്ടോബർ 7 ചൊവ്വാഴ്ച രാവിലെ 10 മൂവാറ്റുപുഴ സീനിയർ സിറ്റിസൺ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫോറം പ്രസിഡന്റ് പി.വി. ജോസ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം ചെയ്യുമെന്ന് സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് പി.വി. ജോസഫ്, സെക്രട്ടറി ഇൻചാർജ് എസ്.എൻ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ജൂബിലി ജനറൽ കൺവീനർ ഏലിയാസ് തോമസ്, ട്രഷറർ കെ. സുഗണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറാണ്, അതിൻ്റെ സോഷ്യൽ സർവീസ് സർക്കിൾ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്കുണ്ട്. അവരെല്ലാവരുടെ കൂടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം മുതിർന്ന ആളുകൾ യോഗം വിളിച്ചു കൂട്ടി ഒരു സംഘടന രൂപീകരിച്ചാണ് പ്രഖ്യാപനം നടത്തുന്നത്. അതൊരു ചരിത്രപരമായ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് 1980 ആയപ്പോൾ ലോകത്ത് ഈ മുതിർന്ന ആളുകളുടെ എണ്ണം ക്രമാതീത വർദ്ധിക്കുന്നതായിട്ടൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. പ്രത്യേകിച്ച് ജപ്പാനിൽ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ മുതിർന്ന ആളുകളുടെ എണ്ണം കൂടി കമ്പാരിറ്റീവ്ലി യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. മുതിർന്ന ആളുകളുടെ കാര്യങ്ങൾ, അവരുടെ ക്ഷേമ കാര്യങ്ങളൊക്കെ ഒരുപാട് ആവശ്യകതകളുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിനും ക്ഷേമ പ്രശ്നങ്ങളിൽ ലീഡ് ചെയ്യുന്നതൊക്കെ ഗവൺമെൻറ്റുകൾ, സർക്കാരുകളുടെ ഉത്തരവാദിത്തത്തോടെ മാറുന്ന ചിന്ത വരികയും 1986 ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ച് കൂടിയ UN ജനറൽ അസംബ്ലിയിൽ ഈ വിഷയം ജപ്പാൻകാർ അവതരിപ്പിച്ചു. വിശദമായ UN ജനറൽ അസംബ്ലിയിലേക്ക് ഒരു ചർച്ച നടത്തി. അപ്പോൾ ചർച്ച നടത്തിയപ്പോൾ അവർ തീരുമാനം എന്ന് പറയുന്നത്, ഈ UN അന്ന് 193 അംഗരാഷ്ട്രങ്ങളുണ്ട്. എല്ലാ അംഗരാഷ്ട്രങ്ങളോടും അവർ പ്രഖ്യാപനം നടത്തി ഈ മുതിർന്ന ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാരുകൾ ഉത്തരവാദിത്തം എടുക്കുകയും ഇവർ മുതിർന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയൊരു നയ രൂപീകരണം നടത്തി ആവശ്യമുള്ള നിയമങ്ങളൊക്കെ രൂപീകരിച്ച് സർക്കാരുകളുടെ സത്രമായ ശ്രദ്ധയിൽ അത് വിഷയീഭവിക്കണം ഒരു പ്രമേയം പാസ്സാക്കുകയും എല്ലാ വർഷവും ഒക്ടോബർ മാസം 1-ാം തീയതി ഇൻ്റർനാഷണൽ അടിസ്ഥാനത്തിൽ ലോക ഇൻ്റർനാഷണൽ എൽഡേഴ്സ് വയോജന ദിവസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണവും സിൽവർ ജൂബിലി സ്മാരക ശിലാഫലകം അനാച്ഛാദനം മാത്യു കുഴൽനാടൻ MLA-യും സിൽവർ ജൂബിലി സ്മാരക പ്രകാശനം മുനിസിപ്പൽ ചെയർമാൻ P.P. എൽദോസും നിർവഹിക്കും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പണ്ടപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 വർഷത്തിലേക്ക് ഹെൽത്ത് ഗ്രാന്റായി അനുവദിച്ച 21 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 12 ലക്ഷം രൂപയും ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ലബോറട്ടറിയുടെ ഉദ്ഘാടനവും 2023-24 ഹെൽത്ത് ഗ്രാന്റായി അനുവദിച്ച
27 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പണ്ടപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലാഭം നവീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു ലാഭം ഒരു സർക്കാർ ആശുപത്രിയിൽ നല്ല ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല പബ്ലിക് ഹെൽത്ത് യൂണിറ്റിന്റെ കെട്ടിടം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇതോടനുബന്ധിച്ച് നടത്തുകയാണ്. ആശുപത്രിയുടെ കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കാണിക്കുന്ന ഈ ശുഷ്കാന്തിക്ക് അവരെ എല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൽദോസ് കുന്നപ്പള്ളി MLA മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KJ രാധാകൃഷ്ണൻ, ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത S, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി, ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ്, ഷിവാഗോ തോമസ്, ബെസ്റ്റിൻ ചേറ്റൂർ, റിയാസ് ഖാൻ, OK മുഹമ്മദ്, സിബിൽ സാബു, രമ രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബിനി ഷൈമൻ, പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചു. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സെന്ററിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. വാഴക്കുളത്ത് കിഡ്നി രോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് ചെയ്തു നൽകുന്ന വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിയുമായി സഹകരിച്ചാണ് വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനശേഖരണാർത്ഥം രൂപീകരിച്ച ഡയാലിസിസ് ക്ലബിന്റെ പ്രചരണത്തിനായി വാഴക്കുളം കല്ലൂർക്കാട് കവലയിൽ നിന്ന് ആശുപത്രി അങ്കണത്തിലേക്ക് വാക്കത്തോൺ നടത്തി. കർഷകരുടെ കൂടിയായ ഈ വാഴക്കുളത്തിന്റെ വേദനയുടെ ഹൃദയങ്ങൾക്ക് സ്വാഗതത്തിന്റെ കരുതലാകുന്ന വ്യാപാരികൾ, വിദ്യാർത്ഥികൾ എന്ന് വേണ്ട സമൂഹത്തിന്റെ നാനാത്തുകളിലുള്ള ഒരുപാട് ആളുകൾ അണിനിരത്തുന്ന പൈനാപ്പിൾ സിറ്റി ഭാഗത്ത് ശുശ്രൂഷ രംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ അങ്കണത്തിലേക്ക് വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. ഡയാലിസിസ് സംവിധാനത്തിലേക്ക് എത്തുന്നതിനു മുൻപ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് സ്പീക്കർ പറഞ്ഞു. പലതരത്തിൽ നമ്മൾ ഫണ്ട് ചെലവാക്കുന്നുണ്ട്. പലതരത്തിൽ നമ്മൾ ഫണ്ട് ചെലവാക്കുമ്പം പലതരത്തിൽ ദുർവ്യയം നമ്മൾ നടത്തുന്നുണ്ട്. തീർച്ചയായും എല്ലാ മാസവും ഒരു നേർച്ച പോലെ നമ്മൾ നേർച്ചയിടുമല്ലോ, നേർച്ച പോലെ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു ചെറുവിഹിതമെങ്കിലും ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായാൽ മാത്രമേ സിജുവിനും സംഘത്തിന് ഇത് കൊണ്ടുപോകാൻ പറ്റൂ. ഇത് കൊണ്ടുപോകണം, എല്ലാ കാലത്തും നടപ്പിലാക്കി കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് ഊർജ്ജമുണ്ടാവണമെങ്കിൽ നടത്തിപ്പ് പ്രധാനമാണ്. അതിന്റെ സാമ്പത്തികം വളരെ പ്രധാനമാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സമ്പാദ്യത്തിന് അത് എത്രയും ആവട്ടെ, വലിയ കമ്മിറ്റ്മെന്റ് അല്ല, മറിച്ച് ഒരു മാസം ഇത്ര പൈസ ഞാൻ കൊടുക്കാം എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കുക. അങ്ങനെ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടാവണം. ഒപ്പം അതിനെ സഹായിക്കാൻ ടോമിനെ പോലുള്ള ഫിലാൻഡ്രോപ്പിസ്റ്റുകൾ കൂടി ഉണ്ടാകും എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. മഞ്ഞളൂർ, ആവോലി, ആരക്കുഴ, കല്ലൂർക്കാട്, ആയവന എന്നീ പഞ്ചായത്തുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കിഡ്നി രോഗികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനത്തെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് നല്ല മനുഷ്യർ, നല്ല മനസ്സ്, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇതുപോലുള്ള നല്ല സംരംഭങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊരു നല്ല മാതൃകയാണ്. ഇത് ബാക്കിയുള്ള സ്ഥലത്തുമൊക്കെ ഒരുപാട് പേർക്ക് ഇത് ചെയ്യാനുള്ള ആവേശമായി മാറുന്നു. ഇതിന് ചെയ്തവർക്കെല്ലാം, സഹായിച്ചവർക്കെല്ലാം, അതിന് മുൻകൈ എടുത്തവർക്കെല്ലാം എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ട്രസ്റ്റ് ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ, സെന്റ് ജോർജ് ആശുപത്രി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KJ രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജോസി ജോളി തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. നിർമ്മാണം പൂർത്തിയാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത്, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മൂവാറ്റുപുഴ പൈനാപ്പിൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെയും സംയുക്തത്തിൽ ആരംഭിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മൂവാറ്റുപുഴ പൈനാപ്പിൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെയും സംയുക്ത നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മൂല്യവർദ്ധിത ഉൽപാദന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ റിസർച്ച് നടത്താൻ വേണ്ടിയുള്ള സംവിധാനം കൂടി ചെയ്താൽ പൈനാപ്പിളിൽ ഇതിനേക്കാൾ നല്ല ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും ശ്രദ്ധേയമായ ഉൽപ്പന്നങ്ങൾ. പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. മലയാളികൾ മാത്രമല്ല, പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ, ചില ഐറ്റത്തിൻ്റെ, ചില ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ ചിലർക്ക് ഭയങ്കര താല്പര്യം. അപ്പോൾ ഏത് തരത്തിലുള്ള ഉൽപ്പന്നമാക്കി അതിനെ മാറ്റിയാലും അതിന് നല്ല മാർക്കറ്റ് ഉണ്ടാവും. ഒരു സംശയം വേണ്ട, ഈ ഉൽപ്പന്നങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാവും. ഞാൻ ഇന്ന് 2 മീറ്റിങ്ങിലും പറഞ്ഞു, ഈ ജില്ലാ പഞ്ചായത്ത് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി സ്വിച്ച് ഓൺ കർമ്മവും മാത്യു കുഴൽനാടൻ MLA ആദ്യ വിൽപ്പനയും, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് LC ജോർജ് ലോഗോ പ്രകാശനവും, ജില്ലാ വ്യവസായ ഓഫീസർ നജീബ് PA പദ്ധതി വിശദീകരണവും നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻസി ജോസ്, OP ബേബി, ഷെൽമി ജോസ്, ലിസ്ത മോഹൻ, KP എബ്രാഹിം, മുൻ MLAമാരായ ജോസഫ് വാഴക്കൻ, എൽദോ എബ്രാഹിം, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസിദ റഹീം, ജോസി ജോളി, ടോമി തന്നിട്ടമകൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മൂവാറ്റുപുഴ പൈനാപ്പിൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുമായുള്ള ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ വ്യവസായ കേന്ദ്രം, കൃഷിവകുപ്പ്, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ 85 ലക്ഷം രൂപ മുതൽ മുടക്കിൽ വാഴക്കുളത്തിന് സമീപം വേങ്ങച്ചൂടിൽ ബ്ലോക്ക് പഞ്ചായത്ത് വക കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലയിലെ പ്രധാന കാർഷിക വിളകളായ പൈനാപ്പിൾ, മാമ്പഴം, ചക്ക, കപ്പ, നേന്ത്രക്കായ, പപ്പായ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പ് കാലത്ത് കർഷകർക്ക് ന്യായമായ വില നൽകി സംഭരിക്കുകയും പിന്നീട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണി കണ്ടെത്തി വിറ്റഴിക്കുന്നതിനുമായുള്ള ബൃഹത് പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. വാളകം കുന്നയ്ക്കാൽ കൂവച്ചിറങ്ങര വർഗീസ് വർക്കി 82 നിര്യാതനായി. സംസ്കാരം ഞായറാഴ്ച 12-ന് കടമറ്റം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ. ഭാര്യ അന്നമ്മ, കുന്നയ്ക്കാൽ കാഞ്ഞിരത്തെങ്കിൽ കുടുംബാംഗം. മക്കൾ ലിസി, സാലി, എൽദോസ്. മരുമക്കൾ പരേതനായ ബേബി, ജോണി, അജിത. റാക്കാട് പണക്കാട്ടിൽ പൈലി മത്തായി 67 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 3:30-ന് റാക്കാട് സെന്റ് മേരീസ് കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ നടത്തി. ഭാര്യ മേരി, പുതുപ്പാടി അമ്പാട്ടുകുടിയിൽ കുടുംബാംഗം. ജേക്കബ് ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.